ഇന്നലെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും RJDയും തോറ്റപ്പോൾ കേരളത്തിലെ CPMന്റെ സൈബർ ഹാൻഡിലുകൾക്കാണ് ഏറ്റവും വലിയ സന്തോഷം, BJPയേക്കാൾ അധികം. അതെന്തുകൊണ്ടാണ്? കോൺഗ്രസിന്റെ വാർ റൂം വിൽക്കാനുണ്ടെന്നാണ് ബിനീഷ് കോടിയേരി അടക്കമുള്ള ആളുകൾ പറയുന്നത്. പി സരിൻ പാലക്കാട്ടെ CPMന്റെ അഭിമാന സ്ഥാനാർത്ഥിയാണ്, ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള സ്ഥാനാർത്ഥി. ഹേയ് CPMകാരെ, കോൺഗ്രസ് തോറ്റു, രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു, നിങ്ങളുടെ MA ബേബിക്ക് എന്തായിരുന്നു പണി? CPMന് എന്തായിരുന്നു പണി? കേരളത്തിൽ വോട്ട് ചോരിയുടെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രക്ഷോഭം നടത്തിയപ്പോ നിങ്ങളുടെ ഘടകകക്ഷിയായിട്ടുള്ള CPIയുടെ സ്ഥാനാർത്ഥി തന്നെ വിളിച്ചു പറഞ്ഞിട്ടും പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വോട്ട് ചോരിയെ കുറിച്ച് ഒരക്ഷരം പോലും നാളിതുവരെ ഉരിയാടിയിട്ടില്ല. ആലത്തൂരിലെ RSSകാരനും മലപ്പുറത്തെ BJPക്കാരനും തൃശ്ശൂർ വന്ന് BJPക്ക് വേണ്ടി വോട്ട് ചെയ്തു എന്നുള്ള പ്രചരണം വരുമ്പോ നിങ്ങൾക്ക് എന്തായിരുന്നു പരിപാടി? നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല? ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പരാജയത്തെ ആഘോഷിക്കുന്ന CPMകാരെ ഒരു കാര്യം ചോദിക്കട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ 7,42,00,000 വോട്ടർമാർ, വോട്ട് എണ്ണുന്നത് 7,45,00,000 പേരുടെ. 67% മാത്രം ആളുകൾ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് 100%-ലധികം ആളുകളുടെ വോട്ടുകൾ എണ്ണപ്പെടുന്നത് എന്നുള്ള ചോദ്യം നിങ്ങൾക്കില്ല. വോട്ട് ചോരിയെ കുറിച്ചിട്ടുള്ള സംശയവും നിങ്ങൾക്കില്ല. കാരണം പരമ്പരാഗതമായി പതിറ്റാണ്ടുകളായി കേരളത്തിലെ CPM നടത്തുന്ന കള്ള വോട്ടിന്റെയും ബൂത്ത് പിടുത്തത്തിന്റെയും ഇരട്ട വോട്ടിന്റെയും വോട്ട് ചോരിയുടെയും തനിയാവർത്തനമാണ് നരേന്ദ്രമോദിയും കൂട്ടരും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തിയതും ഇങ്ങ് തൃശ്ശൂർ നടത്തിയതും. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളില്ല. ഈ കുറ്റത്തിൽ നിങ്ങൾ തുല്യ പങ്കാളികളാണ്. ബീഹാറിൽ RJDയുടെ സീറ്റുകൾ 3-1 കുറഞ്ഞു, കോൺഗ്രസിന്റെയും CPMന്റെ സീറ്റുകൾ 2-ൽ നിന്ന് 1 കുറഞ്ഞു, CPIയുടെ സീറ്റുകൾ 12-ൽ നിന്ന് 2 കുറഞ്ഞു. ഈ രാജ്യത്തെമ്പാടും ഇടത് കക്ഷത്തിന്റെ ബദൽ എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് മുന്നോട്ട് വരുന്ന നിങ്ങൾ നരേന്ദ്രമോദിയുടെ കക്ഷത്തിൽ തലയൊളിപ്പിച്ചു വെച്ചിട്ടല്ല കേരളത്തിൽ കോൺഗ്രസിനെ ആക്ഷേപിക്കേണ്ടത്. കോൺഗ്രസിന്റെ വാർ റൂമുകൾ വിൽക്കാനുണ്ട് എന്ന് രാഷ്ട്രീയ അസഭ്യം പറയുന്ന CPMകാരെ രാഹുൽ ഗാന്ധിയുടെ മറ പറ്റിയല്ലാതെ, കൊടിയുടെ തണൽ പറ്റിക്കൊണ്ടല്ലാതെ, മുഖം അച്ചടിച്ച പോസ്റ്ററുകൾ ഇല്ലാതെ ബംഗാളിലും ത്രിപുരയിലും എന്തിന് കേരളത്തിന് പുറത്തുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു അസ്തിത്വമുണ്ടോ? എങ്കിലും പരാജയപ്പെടുമ്പോ നിങ്ങൾക്ക് ആക്ഷേപിക്കാൻ രാഹുൽ ഗാന്ധിയുടെ മുഖം വേണം, നിങ്ങൾക്ക് ആക്ഷേപിക്കാൻ കോൺഗ്രസിന്റെ വാർ റൂം വേണം. നിങ്ങൾക്ക് വാർ റൂം പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ അസ്തമിച്ചു പോയ ബംഗാളിനെ കുറിച്ചും ത്രിപുരയെ കുറിച്ചും ആലോചിച്ചിട്ട് വേണം കോൺഗ്രസിന്റെ വാർ റൂമിനെ കുറിച്ച് പറയാൻ. ബംഗാളിൽ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആളുകളെ സംഘടിപ്പിക്കാൻ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും പരസ്യം കൊടുക്കേണ്ട ഗതികേടിലേക്ക് CPM എത്തി നിൽക്കുമ്പോഴാണ് പി സരിനും ബിനീഷ് കോടിയേരിയും അടക്കമുള്ള CPMന്റെ സൈബർ സൈദ്ധാന്തികർ കോൺഗ്രസിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കളിയാക്കുന്നത് നിങ്ങളെ കൂടി തേടിയെത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിന്റെ കൊലയാളികളെ പിന്തുണച്ചുകൊണ്ടാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. അതുണ്ടാകില്ല എന്നറിയാം. കാരണം കേരളത്തിലെ പിണറായിസ്റ്റുകൾക്ക് സാമാന്യബോധം നഷ്ടപ്പെട്ടിട്ട് കാലം എത്രയേറെ. ഇന്നലെ ബീഹാറിലെ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് എണ്ണിക്കഴിഞ്ഞു, ഫലം പുറത്തു വന്നു കഴിഞ്ഞപ്പോ ആദ്യം തന്നെ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് കയറാൻ, രാഹുലിനെ അധിക്ഷേപിക്കാൻ, രാഹുലിനെ പരിഹസിക്കാൻ മുന്നിൽ വന്നവർ കേരളത്തിലെ K സുരേന്ദ്രനോ അല്ലെങ്കിൽ കാവി കളസമിടുന്ന ഏതെങ്കിലും സംഘപരിവാർ ഏജന്റുമാരോ ആരുമായിരുന്നില്ല. മറിച്ച് ഈ പറയുന്ന CPMന്റെ സൈബർ അടിമകളായിരുന്നു മുന്നിൽ നിന്ന് നയിച്ചത്. അതിൽ ഒരുത്തൻ എന്ന് പറയുന്നത് പിരായിരിയിലെ പ്രധാനമന്ത്രി പരനാറി സരിനാണ്. മറ്റൊന്ന് ബീഹാറിൽ ചേട്ടത്തി അമ്മയുള്ള ബിനീഷ് കോടിയേരിയാണ്. ബിനീഷ് കോടിയേരിക്ക് സന്തോഷിക്കാൻ ഒരു വകയുണ്ട് എന്നെങ്കിലും നമുക്ക് കരുതാം. കാരണം ചേട്ടത്തി അമ്മ വോട്ട് ചെയ്തത് ഈ പറയുന്ന NDA മുന്നണിക്കാണ്. ചേട്ടത്തി അമ്മ വോട്ട് ചെയ്ത NDA മുന്നണി ബീഹാറിൽ അധികാരത്തിൽ വരുമ്പോൾ ചേട്ടത്തി അമ്മ വലിയ സന്തോഷത്തിലാ, മകനും വലിയ സന്തോഷത്തിലാ. എന്നാൽ എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ ഭാര്യയും ചേട്ടന്റെ മകനും വലിയ സന്തോഷത്തിലാ ബീഹാറിൽ. അവരുടെ സന്തോഷത്തോടൊപ്പം ബിനീഷ് കോടിയേരി കൂട്ടുകൂടിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ പിരായിരിയിലെ പ്രധാനമന്ത്രിക്കോ, പിരായിരിയിലെ പ്രധാനമന്ത്രിയുടെ ആവശ്യം വളരെ വിചിത്രമായിരുന്നു. ബീഹാറിൽ തോറ്റതുകൊണ്ട് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് നിയമസഭകളിലേക്ക് മത്സരിക്കരുത്. അത് പിരായിരിയിലെ ഒരു പ്രധാനമന്ത്രിയുടെ ആഗ്രഹം മാത്രമാണ്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒന്ന് വിജയിച്ച് കയറാനുള്ള ഒരു തത്രപ്പാടിന്റെ ഭാഗമായുള്ള ആഗ്രഹമാണ്. കാരണം കോൺഗ്രസ് മത്സരിച്ചാൽ പിരായിരിയിലെ ഈ പറയുന്ന പരനാറിക്ക്
കേരളത്തിൽ എവിടെയും വിജയിച്ച് കയറാൻ കഴിയില്ല എന്നുള്ള കാര്യം അവൻ ഉറപ്പാ. കാരണം അവൻ എവിടെ മത്സരിച്ചാലും, കേരളത്തിന്റെ ഏത് മണ്ഡലത്തിൽ പോയി മത്സരിച്ചു കഴിഞ്ഞാലും അവിടെ അവന് കോൺഗ്രസിന്റെ എതിർ സ്ഥാനാർത്ഥി ഉണ്ടാകും. ആ സ്ഥാനാർത്ഥിയുടെ മുന്നിൽ മുട്ടുമടക്കുകയല്ലാതെ ഇവന്റെ ഒരു കണക്കുകളും വിജയിച്ചു കയറില്ല എന്നുള്ള കാര്യം ഇവനക്ക് ഉറപ്പാ. ഇവൻ കുറെ കണക്കൊക്കെ കൂട്ടിയതാണ്. പാലക്കാട് രാഹുലിനെതിരെ ഇവൻ കുറെ കണക്ക് കൂട്ടിയതാണ്. പാലക്കാട് രാഹുലിനെതിരെ ഇവൻ കണക്ക് കൂട്ടി വോട്ടെണ്ണുന്നതിന് അന്ന് രാവിലെ 8 മണിക്ക് പെട്ടി തുറക്കാൻ തുടങ്ങുന്നതിന്റെ 7:59 വരെ ഇവൻ കണക്ക് കൂട്ടി. കണക്കുകൾ അങ്ങനെ കൂട്ടി അവസാനം പെട്ടി തുറന്ന് എണ്ണൽ തുടങ്ങിയപ്പോ ഇവന്റെ പതനം ഉറപ്പായി. അവസാനം പെട്ടി തുറന്ന് എണ്ണൽ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ ഇവൻ 8 നിലയിൽ പൊട്ടി. രാഹുൽ മാങ്കൂട്ടത്തിനോട് 25,000-ഓളം വരുന്ന ഭൂരിപക്ഷത്തിനായി ഇവൻ പൊട്ടിയിരിക്കുന്നത്. രാഹുലിന്റെ ഭൂരിപക്ഷം 18,000 പിന്നെ എങ്ങനെ 25,000 എന്ന് നിങ്ങൾ ചോദിക്കും. അത് രാഹുലും സരിനും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് 1,00,000-ഓളം വോട്ടിന്റെ അന്തരമാണ്. രാഹുലിന്റെ 18,000 ഭൂരിപക്ഷം എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്തെത്തിയ കൃഷ്ണകുമാറിനെ അപേക്ഷിച്ച് രാഹുലിന് ലഭിച്ചിരിക്കുന്ന വോട്ടുകളുടെ വ്യത്യാസമാണ് 18,000-ൽ പരം എന്ന് പറയുന്നത്. എന്നാൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഈ പിരായിരിയിലെ പരിൻ എന്ന് പറയുന്ന പരനാറിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് ഈ 1,00,000-ഓളം വരുന്ന ഭൂരിപക്ഷമാണ്. എന്ന് പറഞ്ഞാൽ പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് അവിടെ രാഹുലിന്റെ മുന്നിൽ ഈ പരനാറി മുട്ടുമടക്കിയത്. അതിന്റെ ഒരു ചൊറിച്ചിൽ ഇവർക്ക് നന്നായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പരനാറിക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവന് കോൺഗ്രസില് നിന്നപ്പോൾ മത്സരിച്ച് വിജയിച്ചില്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിന്ന് മത്സരിച്ചും വിജയിച്ചില്ല. ഇനി ഇവന്റെ പരിപാടി അടുത്തത് RSSന്റെ കാല് നക്കാനുള്ള പരിപാടിയിലേക്ക് അവൻ കടന്നുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും ആ പരനാറിക്ക് ഇന്നലെ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണി കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോ വലിയ സന്തോഷമായിരുന്നു. എന്നാല് ഇവൻ പറയുന്നത് കോൺഗ്രസ് ഇനി എവിടെയും മത്സരിക്കരുത് എന്നാണ് ഇവൻ പറഞ്ഞത്. അപ്പുറത്ത് മറ്റൊരുത്തൻ, കോടിയേരി സഖാവിന്റെ മകൻ, അവന്റെ ഒരു ചേട്ടനുണ്ട്. ദുബൈയിൽ വെച്ച് മറ്റൊരു ഭാര്യയുണ്ടായി, ആ ഭാര്യയിൽ ഒരു കുടുംബമുണ്ടായി. അവസാനം കേസായി, നാറാണക്കല്ലെടുത്ത് അവസാനം അതെല്ലാം കൂടി AKG സെന്ററിൽ പിരിവ് നടത്തി കോടികൾ കൊണ്ടുപോയി അവിടെ കോംപ്രമൈസ് ചെയ്തു. പക്ഷേ ആ ഭാര്യയും മകനും ആർക്കാണ് വോട്ട് ചെയ്തത്? NDA മുന്നണിക്കാണ് വോട്ട് ചെയ്തത്. അവര് വോട്ട് ചെയ്തു, ഇലക്ഷൻ റിസൾട്ട് എണ്ണിക്കഴിഞ്ഞു. അപ്പോ റിസൾട്ട് വന്നപ്പോൾ NDA മുന്നണി അധികാരത്തിൽ വന്നു. വോട്ട് ചെയ്ത ഒരാൾക്ക് ഇതിൽ പരം സന്തോഷമുള്ള വേറെ കാര്യമുണ്ടോ? സന്തോഷം. ആ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇരുന്ന് ചേട്ടത്തിയമ്മയോടൊപ്പം ആഘോഷിക്കുകയാണ് ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന മറ്റൊരു CPMന്റെ ക്രിമിനൽ. ഇവരുടെയൊക്കെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് കോൺഗ്രസ് ഇനി മത്സരിക്കരുത്, രാഹുൽ ഗാന്ധി കയ്യും കെട്ടി മാറി നിൽക്കണം എന്ന് ആവശ്യപ്പെടുന്നവര് ഇവരുടെയൊക്കെ സംസ്ഥാന സെക്രട്ടറി അല്ല, ഇവരുടെയൊക്കെ അഖിലേന്ത്യാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. അവിടെ ക്വസ്റ്റ്യൻ മാർക്കുകൾ ഉണ്ട് കേട്ടോ ബ്രാക്കറ്റിൽ. കാരണം അഖിലേന്ത്യാ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ അഖിലേന്ത്യ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പരിശോധിക്കാം. അപ്പോ എന്താണെങ്കിലും അങ്ങനെ ഒരാളുണ്ട്, അത് സഖാവ് MA ബേബിയാണ്. ആ ബേബിക്ക് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ കുറിച്ച് അത്തരത്തിലുള്ള അഭിപ്രായം ഉണ്ടോ? ഒരിക്കലുമില്ല. ബേബി രാഹുൽ ഗാന്ധി വിളിച്ചാൽ ഏത് മീറ്റിങ്ങിനും പോകും, രാഹുൽ പറയുന്നത് കേൾക്കും, അതിന് തലയാട്ടും, അതിൻ്റെ കൂടെ നിൽക്കും, അതിന് അനുകൂലിച്ച് അഭിപ്രായങ്ങൾ പറയും, ഒക്കെ ബേബി ചെയ്യും. ഇനി ഈ ബീഹാറിൽ തന്നെ ഇപ്പോൾ ഇവരുടെ CPMന്റെ കുറെ ആളുകൾ മത്സരിച്ചിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ, ബീഹാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് വ്യത്യാസമുണ്ട്. അപ്പോ അവര് മത്സരിച്ച അവർക്ക് ആർക്കെങ്കിലും രാഹുലിനെ കുറിച്ച് ഇത്തരത്തിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ആർക്കുമില്ല. അപ്പോ ഇങ്ങനെയാണ് അത്. ഇപ്പൊ അവിടെ മാത്രമല്ല, ഇനി നിങ്ങൾ കേരളം വിട്ടുന്ന് നോക്ക്. ഇവരുടെ സ്ഥാനാർത്ഥികള് മത്സരിക്കണമെങ്കിൽ രാഹുലിന്റെ ചിത്രം വേണം, രാഹുലിന്റെ പ്രചരണം വേണം, അതിന് പ്രചരണത്തിന് രാഹുൽ വരണം, ഒക്കെ ചെയ്യണം. നമ്മൾ തമിഴ്നാട്ടിലും ഈ തെലുങ്കാനയിലും കർണാടകയിലും ഒക്കെ അത് നമ്മൾ കണ്ടതാണ്. അപ്പോ അവിടെയൊക്കെ മത്സരിച്ച് വിജയിക്കാൻ രാഹുൽ വേണം, രാഹുലിന്റെ പ്രചരണം വേണം, രാഹുലിന്റെ പേര് വേണം, രാഹുലിന്റെ ചിത്രം വേണം, ഒക്കെ വേണം. രാഹുൽ പ്രചരണത്തിന് വരികയും വേണം. അങ്ങനത്തെ ഈ പറയുന്ന അടിമകളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇവരുടെ ഈ പറയുന്ന തല പിണറായി സഖാവിന്റെ കക്ഷത്തിലാണ്. പിണറായി എന്ന് പറയുന്ന രാജാവ് ഇവരുടെയൊക്കെ തല ഇങ്ങനെ കക്ഷത്തിൽ വെച്ചുകൊണ്ടാണ് RSSന്റെ കാല് നക്കാൻ പോകുന്നത്. അപ്പൊ RSSന്റെ കാല് നക്കികളായിട്ടുള്ള ഇവിടെയുള്ള കുറെ അടിമകളുണ്ട്.
ആ അടിമകൾക്ക് പരിഹസിക്കാനുള്ളതല്ല രാഹുൽ ഗാന്ധി എന്നുള്ളത് ഇവറ്റകൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം, ഇപ്പോ ഹരിയാന ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഹരിയാനയിലെ വോട്ട് കൊള്ളയെ പറ്റി തെളിവുകൾ നിരത്തി, അതും ഇലക്ഷൻ കമ്മീഷന്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് രാഹുല് പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം കഴിഞ്ഞ ഉടൻ MA ബേബി സഖാവ് വാർത്താ മാധ്യമങ്ങളെ കണ്ടിട്ട് അതിനെ അനുകൂലിച്ചിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. എന്നാൽ ഈ പറയുന്ന രാഹുലിന്റെ വോട്ട് കൊള്ള, ആ വോട്ട് കൊള്ളയിൽ രാഹുൽ നടത്തിയ ആരോപണങ്ങൾ, അതിന്റെ പോരാട്ടങ്ങൾ, ആ പ്രതിഷേധങ്ങൾ, അതിൻ്റെയൊന്നും ഭാഗമാകാന് ഈ പറയുന്ന പരനാറികൾക്കൊന്നും സമയമില്ല. പരനാറികള് ഇപ്പോഴും ഈ പറയുന്ന RSSന്റെ കാല് നക്കിക്കൊണ്ട് നടക്കുകയാണ്. മനസ്സിലായില്ലേ? RSSകാരന്റെ കാല് നക്കി, ഷൂ നക്കി, അവന്റെ കുണ്ടി നക്കിക്കൊണ്ട് നടക്കുകയാണ് ഈ പറയുന്ന പരിനും ഈ പറയുന്ന ബിനീഷും ഒക്കെ. കാരണം അവർക്ക് വ്യക്തമായ അജണ്ടകളുണ്ട്. കാരണം രാജാവ് ഏത് നിമിഷവും ജയിലിൽ പോകും ഈ RSSന്റെ കാല് നക്കിയിട്ടില്ലെങ്കിൽ. RSSനെ പ്രീതിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, സംഘപരിവാറിനെ പ്രീതിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ രാജാവിനെ ആദ്യം തൂക്കിയെടുത്ത് അകത്തിടും RSSകാര്. ആ ഭയത്തിൽ നിന്നാണ് ഇതൊക്കെ ഉടലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ പിരായിരിയിലെ പരിൻ, അതുപോലെ ബിനീഷ് കോടിയേരി, ചേട്ടത്തിയമ്മ, ബീഹാറിൽ ചേട്ടത്തിയമ്മയുള്ള ബിനീഷ് കോടിയേരിയുടെയും ആഘോഷങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഇനി മറ്റൊരു കാര്യം കൂടി പുറത്തും പറയാം. അത് എന്ന് പറയുന്നത്, സെപ്റ്റംബർ 30 SIR ഒക്കെ നടത്തി തീവ്ര പരിഷ്കരണം നടപ്പിലാക്കിയ ബീഹാറിലെ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുമ്പോൾ അതിൽ 7,42,000 ആളുകളാണുള്ളത്. 7,42,00,000 ആളുകൾ, 7,42,00,000 ആളുകൾ. പക്ഷേ വോട്ടിംഗ് കഴിഞ്ഞു, പോളിംഗ് കഴിഞ്ഞു, ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് 7,45,00,000 ആളുകളായി. അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട, ഇലക്ഷൻ കമ്മീഷന്റെ ഡാറ്റ പ്രകാരമുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കിൽ 7,45,00,000 ആളുകൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാല് അത് 100% മുകളിൽ ആളുകൾ വോട്ട് ചെയ്തു എന്നാണ് ആര് പറയുന്നത്? ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഇതേക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാൻ, ഈ ഡാറ്റകൾ വെച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാൻ ഈ പറയുന്ന പരനാറികൾക്ക് ഇന്ന് വരെ സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ വിരോധാഭാസം എന്താണുള്ളത്? അത് തന്നെയാണ് ജിൻഡോ പറഞ്ഞത്. ഇവരുടെ ഈ പറയുന്ന ബുദ്ധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഇവരുടെ കോമൺ സെൻസിനെ കുറിച്ച് പറയുമ്പോൾ, ഇവരുടെ തിരിച്ചറിവുകളെ കുറിച്ച് പറയുമ്പോൾ അവർക്കതില്ല. കാരണം എന്താ? രാജാവ് രാവിലെ തൂറിയിട്ട് അത് പാത്രത്തിലാക്കിയിട്ട് ഒരു അങ്ങനെ കൊണ്ടുവന്ന് നീട്ടിയിട്ട് വെക്കുമ്പോൾ അത് നക്കുന്ന ഈ നാറികൾക്ക് എവിടെ നിന്നാണ് ബുദ്ധി ഉണ്ടാവുക? ഈ പരനാറികൾക്ക് എവിടെ നിന്ന് തിരിച്ചറിവുണ്ടാക്കും? അരിയാഹാരം കഴിക്കുന്നവനല്ലേ തിരിച്ചറിവുണ്ടാവുക? രാജാവിന്റെ തീട്ടം ദൃഷ്ടാന്തം വിട്ടി വിഴുങ്ങുന്നവന് എവിടെ നിന്ന് തിരിച്ചറിവുണ്ടാവാനാ? അപ്പൊ അത് തന്നെയാ ഇവരുടെ കാര്യത്തിൽ പറയാനുള്ളൂ. അതുകൊണ്ട് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. അടിമകൾ മാത്രമായി